ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് 5 മാസം എന്തോയി. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ടൈം 10 മണി കഴിഞ്ഞു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ ഞാൻ ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടും. എന്ന് വെച്ചാൽ ലിങ്ക് ഇട്ടിട്ട് ആളുകൾ കാണുന്ന രീതിയിൽ, അപ്പോൾ കുറച്ചുകൂടെ വ്യൂസ് കയറും എന്ന് നോക്കാം. ബാക്കി വീഡിയോസൊക്കെ ഭയങ്കര വ്യൂസ് കുറവായതുകൊണ്ട് അപ്പം ഓഡിയൻസ് കൂടെ വരട്ടെ, പുതിയ ഓഡിയൻസ് കൂടെ വരട്ടെ. എന്തായാലും നമുക്ക് ഓഫീസിലോട്ട് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി. അപ്പം ഇന്ന് നിങ്ങളെ ഇവിടെ കാണിച്ചിട്ടില്ലായിരിക്കും, ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന സ്ഥലം. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പിന്നെ ഇന്ന് പോകുന്ന ജേണി, അത് നമുക്ക് ഫസ്റ്റ് പരിപാടി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കുളിച്ച് റെഡിയായി പോകാമെന്ന് വെച്ചു. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് ബാക്കി പരിപാടി. ഓക്കെ. ഞാൻ ഈ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് കുറവാണ് ശരിക്കും കഴിക്കുന്നത്. അപ്പം മെയിനായിട്ടുള്ള നമ്മുടെ ഫുഡെന്ന് വെച്ചാൽ മോർണിംഗ് എന്തെങ്കിലും ഓട്സോ മറ്റേ കോൺഫ്ലെക്സോ ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ മുട്ട കഴിക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ചിലപ്പോൾ ഓഫീസിലോട്ട് മിക്കവാറും ഞാൻ കുറച്ച് ഫുൾ ടൈം ഇരിക്കാറുണ്ട്. അപ്പം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ. അപ്പോൾ രാവിലെ നേരത്തെ ഈ ടൈമിന് എത്തുമായിരുന്നു ഓഫീസിൽ, 10 എത്തും. അപ്പം ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ. ഈ കടുക് കണ്ടു, ഈ കടുക് പൊട്ടിച്ചാലേ നമുക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കടുക് ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. ഈ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പിന്നെ തുടച്ച് വൃത്തിക്കണം. ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഉപ്പുമാവ് വളരെ എണ്ണ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ശീലിച്ചതാണ്. അപ്പം പിന്നെ ഇത് മുട്ടയെന്ന് ഇത് പൊട്ടത്തരം പറയാം. ഇത് ഏത്തക്ക പുഴുകിയതാണ്. എനിക്ക് ഈ ഏത്തക്ക പുഴുങ്ങിയതേ ഇഷ്ടമുള്ളൂ. മറ്റേ റോയായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് റെഡിയായിട്ട് നമുക്ക് ഓഫീസ് കാണിച്ചു തരാം. ഓഫീസിൽ പോകുന്ന കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഓഫീസിലോട്ട് പോവാം. അത് കണ്ടാ, ഈ പൊരിഞ്ഞ വെയിലത്താണ് പോകേണ്ടത്. എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളൊരു സംഭവമാണ് ഈ വെയിൽ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇപ്പോൾ പ്രശ്നം ഇതാണ്. പണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം അവിടെ കാണുന്ന പോലായി വെയിൽ, പൊരിഞ്ഞ വെയിൽ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന പരിപാടികൾ കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ ബൈക്ക് കണ്ട് അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ബൈക്ക് കുറച്ച് ദിവസമായി എടുത്തിട്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. ഇതാണ് ഗൈസ് ഫ്ലാറ്റ് വരുന്നത്. ആലുവ അക്വാ സിറ്റി എന്ന് പറയും. അങ്ങോട്ടുണ്ട് കുറേ. ഇതിനകത്ത് തന്നെ കുറേ മൾട്ടിപ്പിൾ അപ്പാർട്ട്മെൻറ്റ്, പിന്നെ മറ്റേ വില്ല, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര ദൂരമാണ്. എനിക്ക് 6 കിലോമീറ്റർ വേണം ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ. ഓഫീസ് എന്ന് പറയുമ്പോൾ 14 കിലോമീറ്റർ ഉണ്ട്. അത് വലിയ കൂടുതലല്ല, പക്ഷേ കൊച്ചിയിലെ ട്രാഫിക്കിൽ ഭയങ്കര കൂടുതലാണ്. അതാണ് പ്രശ്നം. ചെല്ലുമ്പം ഒരുപാട് സമയം എടുക്കും. ബൈക്കിനാണ് പോകുന്നത്, ബൈക്കിലാണ് എപ്പോഴും പോകുന്നത്. അപ്പം ഇനി വണ്ടി ഓടിക്കട്ടെ. ചെല്ലുന്ന ടൈം അമ്മ ഞാൻ കാണിച്ചത്. അപ്പം ഓഫീസിലെത്തി കുറച്ച് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫീസ് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റാഫ് 2-3 പേരേ ഉള്ളൂ. അപ്പം ടീം സെറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലാണ്. ഇത് കാണുന്ന ആരെങ്കിലും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കുറച്ച് വേക്കൻസീസ് അവൈലബിൾ ആണ്. നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജിലാണെങ്കിൽ നമുക്ക്
ഇവിടെ വേക്കൻസീസ് അവൈലബിൾ ആണ്. നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാർക്കറ്റിംഗ്, സെയിൽസ്, ഇപ്പം വേറെ ഏതാ കണ്ടൻറ് ക്രിയേഷൻ, ഇതെല്ലാം ഫീൽഡിലും എക്സ്പീരിയൻസ് ഉള്ളതോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കോ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓഫീസ് വരുന്നത് നമ്മുടെ കളമശ്ശേരിയിലാണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് എൻട്രൻസ്. ഇവിടെ കുറച്ച് ആളുകൾ ഇരിക്കും. ഇപ്പം ഇരിക്കാൻ അധികം ആളുകളില്ല. ഇത് ക്യാബിൻ. ഇവിടെയാണ് നമ്മുടെ കണ്ടന്റ് കിങ് ഇരിക്കുന്നത്. പിന്നേശ്വര ആയി പറ. എന്താ ചെയ്യുന്നത്? എന്ത് 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 ഏത് ക്ലൈന്റ് ഏതാ? എവിടെ ഉള്ള? ദുബായ് ഇന്റർനാഷണൽ ക്ലയൻസിനൊക്കെയാണ് നമ്മളിപ്പോൾ. ഓക്കെ, അപ്പോൾ കൂടുതൽ തള്ളണ്ടായി. പാൻട്രി ഏരിയ ഫുഡ് കഴിക്കാണോ? ഓക്കെ, വ്ളോഗാ ആയി പറഞ്ഞു. കണ്ട ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്ത് തരും എല്ലാവർക്കും. ഗൈസ്, നമ്മളപ്പം തിരിച്ച് പോവാണ്. അവിടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെയും കൂടെ കണ്ടിട്ട് നമ്മൾ ബാക്ക് ടു ഹോം. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇറങ്ങിയപ്പം വെയിൽ, അതും ഒടുക്കത്തെ വെയിൽ. ഇപ്പം ഒടുക്കത്തെ മഴയും പെയ്തതാണ്ട് ഫുള്ളും നനഞ്ഞൊലിച്ച് കിടക്കുന്നു. ഇതാണ് ഇവിടുത്തെ, എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റുന്നത്? ഇത് ഒരു രക്ഷയില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. എന്താ ചെയ്യുക, ജീവിച്ച് പോണ്ടേ. അപ്പം ഓക്കെ, ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പരിപാടികളും നടന്നില്ല. നല്ല തിരക്കായിപ്പോയി. അതായത് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. പിന്നെ അതുപോലെ ചിക്കൻ ബീഫൊന്നും മേടിച്ചില്ല. ഞാൻ വന്ന് ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ടൈമുണ്ട്. ഇപ്പം ടൈം 4 മണി കഴിഞ്ഞു. എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം. ചിക്കനും ബീഫൊന്നും വേണ്ട, മീൻ മേടിക്കാം. ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മീൻ മേടിച്ചിട്ട് ഫ്രൈ അടിക്കാം. ഇന്ന് നൈറ്റ് ഫ്രൈ ആക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കണ്ടൻറ്റുകൾ വളരെ ശോകമാണ്. കണ്ടൻറ്റുകൾ കാണിക്കാനായിട്ടില്ല. ഇതിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ, ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയി പോവാണ്. കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. അല്ലാതെ ഇപ്പോൾ ഒരു വെറൈറ്റി കണ്ടൻറ്റുകളുള്ളപ്പോൾ ഞാൻ അത് എടുക്കത്തുമില്ല. കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ബെറ്ററായി വരുമോ എന്ന് നോക്കാം. ഇത് പോയി മീൻ മേടിച്ചിട്ട് ബാക്കി. ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കുന്നു. ഇത് ഇനി നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ തുടരാം. ഓക്കെ ഗൈസ്, ചായക്ക് പകരം ബൂസ്റ്റ്, പക്കവട. ഗൈസ്, നമുക്കിപ്പം മീൻ പൊരിക്കാനായിട്ട് ഫസ്റ്റ് വേണ്ട സാധനം കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നത് കൊണ്ടാട്ടോ. മീൻ പൊരിക്കാനായിട്ട് ആദ്യം വേണം മീൻ എടുക്കുക. ഫ്രിഡ്ജിന് മുകളിൽ വെച്ചാൽ ഇതാണ് നല്ല വ്യൂ. മറിഞ്ഞ് വീണാൽ പൊളി. ഇപ്പം സെറ്റായി. മീൻ പൊരിക്കാനായിട്ട് ആദ്യം വേണ്ടത് മീനും പങ്കെടുക്കുക. മീനൊന്ന് കഴുകിയിട്ട് മസാല പുരട്ടാം. ഞാൻ ഇവിടെ ഫസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അച്ഛനും വന്നപ്പോൾ ഒരു ദിവസം മീൻ കറി വെച്ചു. ഇവിടെ ഇതിപ്പോൾ മീൻ കറിയല്ല, മീൻ ഫ്രൈ ആണ്. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പം എനിക്കത് ഫസ്റ്റാണ് മീൻ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അല്ല, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് മീനൊന്ന് കഴുകി സെറ്റാക്കിയിട്ട് മസാല പുരട്ടൊന്ന് കാണിച്ചു തരാം.
മസാല എല്ലാം പുരട്ടി വെച്ചു. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാം. പാലിൻ്റെ മണ്ടയ്ക്ക് മീൻ വെച്ച് ഷിറ്റ്. ഇത് മിനി ഫ്രിഡ്ജാണ് ഗൈസ്, മിനി ഫ്രിഡ്ജ്. ഇരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിനകത്ത് സാധനങ്ങളെന്ന് പറഞ്ഞുതരാം. കൊറിയാണ്ടർ, ചില്ലി, പെപ്പർ, പിന്നെന്താ സാൾട്ട്, ഓയില്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ പുരട്ടാൻ മറന്നുപോയി, എടുത്തിട്ട് ഒന്നുകൂടെ പുരട്ടാം. ഇനി പൊരിക്കുന്ന സമയത്ത് പുരട്ടാം. ഇത്ര സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ്. അപ്പം ഇനി ഞാൻ പൊരിക്കുന്ന സമയത്ത് വെക്കാം. റെസ്റ്റിംഗ് ഒരു 10-15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ബാക്ക് ടു ബാക്ക് ഞാനും ചേട്ടനും കണ്ടോണ്ടിരുന്ന ഒരു പടമാണത്. ഞാൻ ഒന്ന് പോസ് ചെയ്യട്ടെ പടം. ഇത് കണ്ടിട്ട് നമ്മൾ കിസ് അടിക്കുമെന്ന് വിചാരിക്കും, പക്ഷെ കിസ് അടിക്കൂല, അവൻ എണീറ്റ് പോവും. അപ്പം എന്താണെന്ന് വെച്ചാൽ കിട്ടില്ല, നല്ല പടമായിരുന്നു. എപ്പോഴും ഇരുന്ന് കാണും മിക്ക ദിവസവും. അപ്പം നമുക്ക് ഇവന്മാർ ഓരോരുത്തരെ എടുത്തിട്ട് ഇങ്ങനെ നെക്സ്റ്റ് പാൻ കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കൊരു പണി കിട്ടി. ഇതുണ്ടോ, ലോക്കായി, എടുക്കാൻ പറ്റുന്നില്ല. ഇതിലൊന്ന് അടച്ചു വെക്കണമെന്നുണ്ടായി. അടച്ചു വെച്ചാൽ ഒരു എയർ പോകുന്ന സാധനം ഇത് ഗ്ലാസ്. എന്ത് ചെയ്യും? ഇത് വെച്ച് അടച്ചു വെച്ചാൽ ഇരിക്കൂല. ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതുവരെ ഒരു കിസ് ചെയ്ത് കഴിഞ്ഞില്ല ഗൈസ്, ചെയ്യൂല. അതാണ് ബിറ്റ്. എയർപോർട്ട് എയർ ഹോസ്റ്റസ് ജോലിക്ക് പോകുന്ന വിഷ്വൽ. അപ്പം ഇങ്ങനെ ഈ സൈഡാണ് ആലുവ, ഈ സൈഡ് കളമശ്ശേരി സൈഡാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നമ്മുടെ. നമുക്കവരെ ഒന്ന് വെന്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതായി തിരിച്ചിടാം. ബാടമനെ നെക്സ്റ്റ് ഞാൻ പ്ലേറ്റ് ചെയ്തു. ഇനിയിപ്പം ടേസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. കാരണം കൊള്ളാം. ഒരു നോർമൽ ഫ്രൈ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, അപ്പം ആൾ വന്നിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ. പിന്നെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. കണ്ട എല്ലാവർക്കും നന്ദി. ഇതിനകത്ത് കുറേ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പം ബൈ ഫോർ നൗ. ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, കാരണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും വരാൻ ചാൻസ് കുറവാണ്. ചെയ്ത് വെച്ചേക്ക്, എന്തെങ്കിലുമൊക്കെ കാണാം.